അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർസാനയുടെയും സെയ്ഫ് അറബിയുടെയും നിക്കാഹിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. എന്തൊക്കെ തന്നെയാലും നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നിക്കാഹ് എന്നുള്ളത് അത് വളരെയധികം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതിന് ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും എല്ലാമുണ്ട്. എന്നാൽ ഫർസാനയുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് അതൊരു നിക്കാഹ് കഴിയാത്ത വിവാഹമായിരുന്നു അവളുടേത്. ഒളിച്ചോടി അമ്പലത്തിൽ പോയി താലി കെട്ടിയ ആ ഒരു കല്യാണം, അതിൽ പിറന്ന ആ ഒരു കുഞ്ഞ്, അങ്ങനെല്ലാമാണ് അവളുടെ ജീവിതത്തിൽ. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അത് ആദ്യം ഒന്നുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലൽ നിർബന്ധം തന്നെയാണ്. അവൾ മുസ്ലിം ആവുക എന്നുള്ള രീതിയിൽ. എന്തൊക്കെ തന്നെയാലും ഒരു ഹിന്ദു യുവാവിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായും അവൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിന് തുല്യമാണ്. വീണ്ടും നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ആ മതം നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ അതിൻ്റേതായ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. പക്ഷേ അവൾ ഒരുപാട് പൊറുക്കലിനെ തേടി. അള്ളാഹുവേ, അറിയാതെ തെറ്റ് പറ്റിപ്പോയതാണ് റബ്ബേ, എന്തെന്നറിയില്ല എനിക്ക് സംഭവിച്ചത്. എൻ്റെ ഭാഗത്ത് അങ്ങനെയൊക്കെ തെറ്റുകൾ പറ്റി. നീ പുറത്തു തരണം റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഉപേക്ഷിച്ച് ഹിദായത്ത് നഷ്ടപ്പെട്ടവളായിട്ട് ഞാൻ അവൻ്റെ കൂടെ പോയി. എനിക്ക് എന്തെന്നറിയില്ല, ആ നിമിഷം അങ്ങനെയായിരുന്നു. ഞാൻ അറിവില്ലാത്തവളായിരുന്നില്ല, അറിവുള്ള കുട്ടിയാണ്. ഞാൻ വലിയൊരു ഉസ്താദിൻ്റെ മോളാണ്. എന്നിട്ട് പോലും ഞാൻ ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. അവൾ പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം സെയ്ഫ് അറബിക്കും മനസ്സിലായി. ഇനി വൈകിക്കണ്ട എന്ന് തന്നെയായിരുന്നു. പക്ഷേ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാനും അവളും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായിരുന്നു. റബ്ബെ, എത്ര ദിവസങ്ങൾ ഞങ്ങൾ അവിടെയും ഇവിടെയുമല്ലാത്ത ജീവിതം ജീവിച്ചു. നിസ്കാരങ്ങളിൽ പല ദിവസങ്ങളിൽ ഞാൻ മുഴുകി അവളുടെ മുമ്പിൽ. ഒരിക്കൽ പോലും ഞങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ സമയം ഫർസാനയും അങ്ങനെ തന്നെ. റബ്ബേ, ഇനിയും വൈകിക്കഴിഞ്ഞാൽ വലിയ തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ശരിക്കും അറബിയോട് കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കാമെന്നും വിചാരിച്ചു. അന്ന് അവളുടെ അരികിലേക്ക് അറബി വന്നപ്പോൾ പറഞ്ഞു, അർബ, ഇനിയും നമ്മൾ ഈ രീതിയിൽ കഴിയുന്നത് തികച്ചും തെറ്റായ കാര്യം തന്നെയാണ്. എനിക്ക് അങ്ങ് വാക്ക് തരണം. ഒന്നുകിൽ അങ്ങനെ വിവാഹം കഴിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ വഴി വേറെ നോക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് എനിക്ക് മറ്റൊരു വിവാഹം വേണമെന്നല്ല. നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നു കഴിഞ്ഞതാണല്ലോ. ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അറബിക്ക് തന്നെ കാര്യം മനസ്സിലായി. അവൾ ഒരുപാട് ക്ഷമിച്ചു കഴിഞ്ഞു. ഇനിയും ക്ഷമിച്ച് കഴിയാൻ അവൾക്ക് ആവില്ല എന്നായിരിക്കും ഒരു പക്ഷേ. എന്നാലും സാരമില്ല, അവൾക്ക് ഞാൻ എൻ്റെ ആഗ്രഹം കൊടുത്തു കഴിഞ്ഞു. ഒരു പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല എങ്കിൽ അവൾക്ക് ആ പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നില്ല. ഇന്നവൾ പ്രതീക്ഷയിലാണ് അവളെ ഞാൻ നിക്കാഹ് കഴിക്കും എന്നുള്ള. അവൾക്ക് വേണ്ടി കരുതിയ ആ മാല അറബി കയ്യിൽ പിടിച്ചു. എന്തായാലും വേണ്ടില്ല, 4 സാക്ഷികളെയും ഒക്കെ കൂട്ടി ഒരു വലിയനെ കണ്ടെത്തി നിക്കാഹ് കർമ്മം നടത്തുക. ഇനിയൊരു പക്ഷേ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അവരോടെല്ലാം നിക്കാഹ് കഴിച്ച പെണ്ണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരെയും കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പലരുടെയും എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ അവൾ എൻ്റെ ഭാര്യയാണ്. പക്ഷേ എല്ലാവരും അതങ്ങ് ശരിവെച്ചതാണ്. ഇനിയൊരു നിക്കാഹ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വിചാരമുണ്ടാവും, മൂന്നാമത് മറ്റൊരു വിവാഹം ഞാൻ നടത്തുകയാണോ എന്നുള്ളത്. ഹേയ്, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. സെയ്ഫ് അറബി ആകെ കൺഫ്യൂഷനിലായി. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഞാൻ ചെയ്യുക? എനിക്കെൻ്റെ വേണ്ടപ്പെട്ടവരോട് ഒന്ന് സംസാരിക്കാൻ വയ്യ. അവരുടെ എല്ലാവരുടെയും കണ്ണിൽ അവൾ എൻ്റെ ഭാര്യയാണ്. സാരമില്ല, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നമുക്ക് ഇവിടെയുള്ള വലിയനെ അല്ലെങ്കിൽ മറ്റൊരു വലിയനെ തേടിയിട്ട് നമുക്ക് കാര്യം നടത്താം. മഹർ നിൻ്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? തീർച്ചയായും മഹറിൻ്റെ കൈകളിലുണ്ട്. എൻ്റെ ഭാര്യയെ കുറേ ദിവസമായി ഞാൻ വഞ്ചിച്ച് നടക്കുന്നു. ഇനിയും അതിനാവില്ല. ഏതായാലും ഇതിൽ അങ്ങ് പെട്ടുപോയി. എൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നുപോയി. ഇനിയിപ്പോൾ ഇതൊഴിവാക്കുന്നതും എനിക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒന്നല്ല.
എനിക്കിപ്പോൾ അവളുടെ ജീവിതത്തിൽ ആദ്യമുണ്ട്. ഞാനില്ലെങ്കിൽ അവൾ എന്തായിത്തീരും, അവളുടെ ജീവിതം എന്താവും എന്നൊക്കെയുള്ളൊരു പ്രയാസവും എനിക്കുണ്ട്. പാവം പെണ്ണല്ലേ. ശരിയാണടാ, നീ എന്തൊക്കെ തന്നെയാലും മോഹം അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. എന്തൊക്കെ തന്നെയാലും ഇനി നിക്കാഹ് എന്നുള്ള കാര്യം മാത്രമാണ് ഉള്ളത് നമ്മുടെ മുമ്പിൽ. പിന്നെ അതിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് അങ്ങനെ ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ലത്. കാരണം നിൻ്റെ മനസ്സിനെന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് അത്രക്കും ക്ഷമയുണ്ട്. അതെ, സുന്ദരിയായ ഒരു പെണ്ണൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ, അതും ഒരു റൂമിൽ, അതും ഒറ്റയ്ക്ക്, ആരാരുമില്ലാതെ, ആരുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥയിൽ നീ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അള്ളാഹു എല്ലാം കാണുന്നുണ്ടടാ. പടച്ച റബ്ബ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതും എന്ത് പറയുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ തന്നെയാലും ആരും ഒന്നും കാണില്ലെന്ന് കരുതി എന്തെടുക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും, എന്തിനേറെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ വരെ പടച്ച റബ്ബ് അറിയുന്നുണ്ട്. നമ്മൾ സൃഷ്ടികളല്ലേ, യജമാനൻ മുകളിലുണ്ടല്ലോ, എല്ലാം നോക്കിയും കണ്ടും കൊണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യില്ല. പിന്നെ തൻ്റെ ഭാര്യ, അവളെയാണിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അതെ, അവളെയാണ് ഞാൻ വഞ്ചിച്ചത്. സാരല്ല, എന്ത് ചെയ്യാം, തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. എനിക്ക് ഫർസാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്, അവളുടെ ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയെങ്ങാനും അവൾ അതൊന്നും ഉണ്ടാവില്ല, തന്നെ ചതിച്ചു പോവോ? ഇല്ലല്ല, അതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്തായാലും തൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ്, അതുകൂടെ എനിക്ക് വേണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കാര്യം കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞത് ഇവളെൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ്. പക്ഷേ ഷെഫി ഉസ്താദിനോടെങ്കിലും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഒന്നറിയാമല്ലോ. ഒരു നിമിഷം ഷെഫി ഉസ്താദിനെ കാണണമെന്ന് അറബിക്ക് തോന്നുകയാണ്. തൻ്റെ ബീവിമാരോട് കാര്യങ്ങൾ പറയുന്നു. സൈത്തൂൻ, ഫർസാന, ഞാൻ ഒരിടം വരെ പോവുകയാണ്. എങ്ങോട്ടാണ് അർബ? സൈത്തൂൻ ബീവിയുടെ ആ ഒരു ചോദ്യം. അപ്പോൾ ഫർസാനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിക്കൂടെ? അവൾക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹം? ബീവി, ഇപ്പോൾ ആരും വേണ്ട. അതെന്താ? അവളൊരു മാസം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എന്താ നിങ്ങൾ അവളെ കൂടി കൂട്ടിക്കൊണ്ടുപോകും? സൈത്തൂൻ ബീവി നിർബന്ധിക്കുകയാണ്. സൈത്തൂൻ, ഇതങ്ങനെയുള്ള സ്ഥലമല്ല, ഇത് ആണുങ്ങളുടെ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. എവിടെയായാലും അവൾ ഹിജാബ് അണിഞ്ഞ് കൊണ്ടുപോയാൽ പോരെ? അവൾക്ക് ഇവിടെ ഇരിക്കാലോ, അതിനെന്താ ഇത്ര ടെൻഷൻ? അറബി നേരെ സൈത്തൂൻ ബീവിയുടെ അരികിലേക്കെത്തി അവളുടെ ആ സോഫ്റ്റ് കവിളിൽ പതുക്കെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, സൈത്തൂൻ, നിനക്കെന്താ? അർബ, അവളും ഭാര്യയാണ്, അത് മറക്കരുത്. സൈത്തൂൻ, നിന്നെ അങ്ങ് കൊണ്ടുപോകലോ ഞാൻ. അവളുടെ മുഖം പതുക്കെ പിടിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ സൈത്തൂൻ ബീവിക്ക് അത് പറ്റിയില്ല. എന്നെ മാത്രമാണല്ലോ എപ്പോഴും നിങ്ങളെ കൊഞ്ചിക്കുവാനും നുള്ളുവാനും പിച്ചുവാനും വരുന്നത്. അങ്ങനെയൊരു ഭാര്യയാണ് അവളും. അത് നിങ്ങൾ ഒരുപാട് മറക്കുന്നു. എൻ്റെ പെണ്ണെ, എന്തെന്നറിയില്ല, നിന്നോളം വരുമോ എനിക്ക് അവള്? സെയ്ഫ്, അങ്ങ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ മറുപടി പറയേണ്ടി വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ. 2 ഭാര്യമാരുണ്ടെങ്കിൽ അവർ ഒരുപോലെ കെയർ ചെയ്യണം. പലപ്പോഴും നിങ്ങളാ കാര്യം മറന്നു പോകുന്നു. എന്നിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ചിന്തകൾ. അതെ, എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാനിട്ടല്ല. അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരിടം വരെ പോയി വരാണ്. തൽക്കാലം ഒരു കുട്ടിയും എൻ്റെ കൂടെ വരണ്ട. എന്താ, ഞാൻ മാത്രം പോയാൽ മതി, പറ്റുമോ? എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല. അവളെങ്കിലും നിങ്ങൾ ദൂരയാത്രകൾ ദൂരമൊന്നുമല്ല പെണ്ണെ, പോയിട്ട് വരും. അല്പം ദൂരമായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും, ഞാൻ പോയിട്ട് വരാം. അല്ല, നിങ്ങൾ പറഞ്ഞോ ഫർസാനയോട്? ഫർസാനയോട് നീ പറഞ്ഞാൽ മതി. നോ, അത് പറ്റില്ല. നീ പറയടി പ്ലീസ്, എനിക്ക് ടൈമില്ല. അത് പറഞ്ഞുകൊണ്ട് അറബി സലാം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. ഒരു നിമിഷം സൈത്തൂൻ ബീവി വിചാരിച്ചു, റബ്ബേ, വല്ലാത്തൊരു കഷ്ടം. ഒന്നുമല്ല, എന്താ ഇപ്പോൾ ഇതിങ്ങനെ എന്നോട് മാത്രമാണ് എപ്പോഴും ഒരു കൂടുതലായിട്ട് ഇതുള്ളത്. അവളൊരു അന്യയെ പോലെയാണ് ഇപ്പോഴും കാണുന്നത്. നേരെ ഏതാ സൈത്തൂൻ ബീവി ഫർസാനയുടെ അരികിലേക്ക് അവൾ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫർസാന, ബീവി ഇരുന്നോളൂ. എപ്പോഴും സൈത്തൂൻ ബീവി അവൾക്ക് ബഹുമാനമായിരുന്നു. വേണ്ട മോളെ, ഞാൻ നിന്നോളാം. പിന്നെ
അറബി പോയിട്ടുണ്ട്. എങ്ങോട്ട് പോയതാണ്, ഫ്രണ്ടിനെ കാണാൻ എന്തൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ മോളോട് പറയാത്തിലൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാണ്ട് ഞാനും അവൾ ഒരുപോലെ തന്നെയാണെന്ന്. അത് സാരല്ല ബീവി, എത്രയൊക്കെ തന്നെയല്ലേ ബീവി അല്ലേ ആദ്യ ഭാര്യ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് തന്നെ വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് പഠിച്ചോൻ നൽകിയേ. എൻ്റെ കുഞ്ഞിനും എനിക്ക് ഇവിടെ താമസിക്കാൻ ഒരു ഇടം നിങ്ങൾ നൽകിയല്ലോ, അതെന്നെ വലിയൊരു ഭാഗ്യം. അത് പറഞ്ഞ് ഫർസാന കണ്ണുകൾ നിറച്ചു. പിന്നെ ഒന്നും കരുതരുത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്, എന്തെന്നറിയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഫർസാനയോട് എന്നെക്കാളേറെ ദിവസങ്ങൾ നിൽക്കണം, എന്നെക്കാളേറെ കൂട്ടുകൂടണം എന്നൊക്കെ. പക്ഷേ അറബി അതിലല്പം മടി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നും വിചാരിക്കരുത് കേട്ടോ മോള്. എന്തൊക്കെ തന്നെയാലും അൽഹംദുലില്ലാ, അങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് നൽകിയത് നീയാണല്ലോ. അതാണ് ഞാൻ നിനക്ക് കൂടുതലായിട്ട് സ്ഥാനങ്ങൾ നൽകുന്നത്. അറബിയോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ ദിവസം ഫർസാനയുടെ കൂടെ നിന്നിട്ട് എനിക്ക് കുറച്ച് ദിവസം മാത്രം മതി എന്നുള്ളത്. പക്ഷേ അദ്ദേഹം അതിലൊന്നും വല്ലാതെ, അത് സാരില്ല ബീവി, ഫർസാനക്കറിയാമല്ലോ കാര്യങ്ങളെല്ലാം. പാവം ബീവി വഞ്ചിക്കപ്പെടുകയാണ്. എന്നാൽ ഈ സമയം അതാ അറബി പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ എളാപ്പയുടെ വീട്ടിലേക്ക്. അതെ, നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. ഷെഫി ഉസ്താദിനോടെങ്കിലും യഥാർത്ഥ കാര്യങ്ങളൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിക്കാഹ് കഴിപ്പിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം എനിക്ക് എന്തെന്നറിയില്ല, ആരോടും പറയാതൊക്കെ ചെയ്യുമ്പോൾ, കാരണം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യയെ പറ്റിച്ചതാണ് നിക്കാഹ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് അറിവുള്ള ഒരു മഹാനായ ഒരാളെ കൈകൾ കൊണ്ടാകുമ്പോൾ അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. എനിക്ക് വലിയായിട്ട് ഷെഫി ഉസ്താദ് നിന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷമാണ്. അദ്ദേഹം ഖുർആൻ ഓതുന്ന ആളാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്. അതിൻ്റേതായ ബഹുമാനം അദ്ദേഹത്തിനുണ്ടാകും. അതൊക്കെ കൊണ്ട് തന്നെയാണ് സെയ്ഫ് അറബി നിക്കാഹിന് വേണ്ടി മടിച്ചു നിൽക്കുന്നതും കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആരോടെങ്കിലും സാക്ഷി നിൽക്കുകയും പറയുകയും ചെയ്യാതെ ഞാൻ നിക്കാഹ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ? അതിൻ്റേതായ മാനദണ്ഡങ്ങൾ ഉള്ളതല്ലേ റബ്ബേ. അങ്ങനെ അത് ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് പുറപ്പെടുകയാണ്. നേരെ എളാപ്പയുടെ കൊട്ടാരത്തിലേക്ക് അതാ സെയ്ഫ് അറബി പ്രവേശിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതെ, തൻ്റെ ജ്യേഷ്ഠൻ്റെ പുത്രനാണ് വന്നിരിക്കുന്നത്. ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം അദ്ദേഹം അവരെ സ്വീകരിക്കുന്നു. യാ സെയ്ഫ്, ഇരിക്കൂ. തൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ പറയുന്നു. സെയ്ഫ് വന്നിട്ടുണ്ട്. ആണോ? ഹിജാബ് ധരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്ന് പറഞ്ഞു. ആ പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? കുഞ്ഞിൻ്റെ വിവരം എന്തൊക്കെ? ഭാര്യമാരെ കൂട്ടി പോന്നൂടായിരുന്നോ? സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബി അത് കേട്ടപ്പോൾ ഒരു നിമിഷം നിശബ്ദത പാലിച്ചു. എന്ത് സെയ്ഫ്, എന്ത് പറ്റി? അവരെ കൂട്ടാതിരുന്ന എന്തേ? ഇൻഷാ അല്ലാ ഞാൻ അവരെ കൂട്ടി വരാലോ. അവർക്ക് ഫുഡ്. അപ്പോഴേക്കും സെർവൻസ് അതാ നല്ല ഡ്രിങ്ക്സുമായി എത്തിയിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ ഇത് കുടിക്കൂ എന്നുള്ള രീതിയിൽ അത് ഷെഫി ഉസ്താദ് മോളെയും കൊണ്ട് പോയതാണ് സ്കൂളിലേക്ക്. ഇതാ ഇപ്പോൾ വരും. എന്താ മോനെ പ്രത്യേകിച്ച്? അങ്ങനെ ഇങ്ങനെ നീ വരാറില്ല, എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങൾ മാത്രം വരിക എന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും മോൻക്ക്? അതോ? എളാപ്പ, ഞാൻ അങ്ങനെയോ ഒന്ന് കാണുമെന്ന് വിചാരിച്ച് വന്നു തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ എളാപ്പയുടെയും എളാമയുടെയും മനസ്സിൽ ഫർസാന എൻ്റെ ഭാര്യ തന്നെയാണ്. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെ. പക്ഷേ ഷെഫി ഉസ്താദിനോട് അത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള കാര്യം ഉണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം ക്ഷമയുള്ള ആളായതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറാകും എന്നും അറബി വിചാരിക്കുന്നു. അല്പസമയം വെയിറ്റ് ചെയ്ത് ഇരുന്നു. അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ കാറുമായി ഷെഫി ഉസ്താദ് വരുന്നു. മോളെ കൊണ്ടാക്കി വരികയാണ്. ആണല്ലേ? മാഷാ അല്ലാ. യാ അല്ലാ, ആരത്? അസ്സലാമു അലൈക്കും യാ ഹബീബി എന്ന് പറഞ്ഞുകൊണ്ട് അതാ സെയ്ഫ് അറബി ഷെഫി ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് സലാം ചെല്ലുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൈഫ ഹലക്?
സെയിൻ അൽഹംദുലില്ലാ. അവർ രണ്ടുപേരും അതാ ആലിംഗനം ചെയ്യുന്നു, സലാം പറയുന്നു. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? സുഖാണ് സെയിൻ അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മുഖത്ത് ആ ഒരു വേദനയുടെ ആ ഒരു മുഖഷേപ്പ് തോന്നുന്നുണ്ട്. അത് സെയ്ഫ് അറബിക്ക് നന്നായിട്ട് മനസ്സിലായി. അതെ, ശരിക്കും പൂർണ്ണമല്ല. ഷെഫി ഉസ്താദിൻ്റെ പുഞ്ചിരി പൂർണ്ണമല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ട്. അതെ, തൻ്റെ ഭാര്യ, തൻ്റെ ഗർഭിണിയായ ഭാര്യയാണ് ആ ഒരു മുസ്ലിമിൻ്റെ കൂടെ പോയിട്ടുള്ളത്. റബ്ബേ അല്ലാ, ആ വേദനയെല്ലാം മറച്ചു വെച്ചിട്ടാണ് അവൻ പുഞ്ചിരിക്കുന്നത്. ഉമ്മ പറഞ്ഞു, മോനെ പോയത് പോട്ടടാ, കേടുള്ളതുകൊണ്ട് ഒഴിവാക്കുകയാണ് നല്ലത്, വെച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഓള് പോയപ്പോഴേ ഒരു സമാധാനം, മറ്റേതൊരു ഇടങ്ങാറായിരുന്നു. ഒറ്റക്കാണെങ്കിൽ അന്തസ്സോടു കൂടി ജീവിക്കാം, എന്നാൽ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴേ അത് പറ്റില്ലല്ലോ. എന്നാലും സമാധാനം തോന്നാം. മറ്റേതൊരു ഇടങ്ങാറായിരുന്നു. ഭക്ഷണം കഴിക്കൂല, വിളിച്ചാൽ വരൂല്ല, ഭക്ഷണം വിളമ്പി വിളിച്ച് എന്നാൽ പോകുമ്പോൾ ഒന്നും തിന്നൂല്ല, കുറേ ചീത്ത എങ്ങോട്ട് കേൾക്കണം. റബ്ബേ, ഇപ്പം എന്തെന്നറിയില്ല, മനസ്സൊക്കെ ഒരു സമാധാനം. അല്ലെങ്കിൽ കേടുള്ള ഭാഗം ഒഴിവാക്കുന്നത് നല്ല കേട്ടോ മോനെ. അതങ്ങോട്ട് ഒഴിവായപ്പോൾ നമ്മുടെ വീടിന് തന്നെ ഒരു വർക്കത്ത്. മറ്റേ സുബഹിസ്കരിക്കാതെ അങ്ങനെ കെടുക്കല്ലേ ഒരാൾ. അങ്ങനത്തെ പോലെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ്. ഏതായാലും അവൾ പോയത് നന്നായി. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദ് ഒരു നിമിഷം നിശബ്ദത പാലിക്കും. അതെ, ഒന്നുമില്ല, ഓള് പോണെങ്കിൽ പോയിക്കോട്ടെ, എൻ്റെ കുഞ്ഞിനങ്ങ് തന്നൂടേനോ. മോനെ, എൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കുട്ടി ആയി വരുന്നല്ലോ, പേടിക്കാന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുഞ്ഞിനൊരു ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും നൽകും. ആ കുട്ടി ഭൂമിയിലേക്ക് പിറക്കാനുള്ള കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് എന്തായാലും ഉണ്ടാവും. അത് ആരൊക്കെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ പോലും അതില്ലാതായി പോയില്ല മോനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഭൂമിയിലേക്ക് വരാൻ വിധിച്ചതാണെങ്കിൽ അത് എവിടെയൊക്കെ തന്നെയായാലും വന്നിരിക്കും. മോനെ, നീ കേട്ടില്ലേ ഒരു സംഭവം? ഉമ്മ, അതെന്താണ്? പൊന്നു മോനെ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. 18 വയസ്സുള്ള ഒരു യുവാവ്, അതെ, അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെടുകയാണ്. അതും എവിടെ? പ്രധാനപ്പെട്ട ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്ത്. ഉമ്മ, അതെ മോനെ, ഇത് ശരിക്കും ഉള്ള കഥ തന്നെയാണ്, ഒരിക്കൽ പോലും ഇല്ലാത്തതല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലാന്ന് തന്നെയാണ്. എന്നാൽ ഉമ്മ, എന്നിട്ട്? അതെ, വിവാഹം പോലും കഴിയാത്ത പൊന്നുമോൻ, 18 വയസ്സ്, അവനോട് ആ ഭാഗമങ്ങ് മുറിച്ചു മാറ്റുവാൻ ആവശ്യപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന അതെ ആ ഒരു ഭാഗം അത് മുറിച്ച് മാറ്റുക തന്നെ വേണം. അതൊരിക്കലും നിങ്ങൾക്കവിടെ പാടില്ല. അതിന് ക്യാൻസർ കോശങ്ങൾ ബാധിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി. ഉമ്മ, എന്നിട്ട്? മോനെ, എന്തു ചെയ്യാം, കല്യാണം കഴിയാത്ത മോനല്ലേ, 18 വയസ്സല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് ഇനി ഒരു പക്ഷേ ക്യാൻസർ രോഗം മാറിക്കഴിഞ്ഞാലും ഒരു വിവാഹ ജീവിതം ഉണ്ടാകുകയാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവാൻ പ്രയാസമായിരിക്കും. അത് മുറിച്ച് മാറ്റിക്കളഞ്ഞാൽ അതവിടെ കരിയിച്ച് കളയുകയാണ് ചെയ്യുന്നത്, കീമോ ചെയ്തിട്ട്. മോനെ, ഉമ്മ, എന്നിട്ട്? എന്ത് ചെയ്യാൻ, അവനെക്കൊണ്ട് അവിടുത്തെ ഡോക്ടർമാർ 18 വയസ്സെന്ന് വെച്ചാൽ ഏകദേശം പ്രായപൂർത്തി ആയതുപോലെ ആയല്ലോ. അതെ, അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ ബീജങ്ങൾ കുറച്ച് ശേഖരിച്ച് വെക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഡോക്ടർ. അല്ലാ, അതെ മോനെ, അങ്ങനെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എന്തൊക്കെ തന്നെയാലും ആരോഗ്യവാനായ നല്ലൊരു യുവാവായി മാറിയതാണല്ലോ. അവരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ അത് ചെയ്യുകയാണ്. അതെ, അത് വർഷങ്ങളോളം ഐസിലിട്ട് വെച്ചാൽ ഒരു കേടും സംഭവിക്കില്ലെന്നത്രേ. അതായിരുന്നു അവരുടെ വിശ്വാസം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടി വിചാരിക്കണ്ടേ. ഉമ്മ, എന്നിട്ട്? അതെ, കീമോകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ആ ഭാഗം മുറിച്ച് കളയുന്നതിന് മുമ്പായിട്ട് അങ്ങനെയൊരു കാര്യം അവിടെ ചെയ്തു. അവൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു ബീജവിസർജനം അതവർ ഡോക്ടർമാർ തന്നെ സൂക്ഷിച്ചു വെച്ചു. അത്യധികം തണുപ്പുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റപ്പെട്ടു. ആ ജീവൻ്റെ തുടിപ്പുകൾ അതെ അത് കുറച്ചധികമായിട്ട് എടുത്തു വെച്ചു. ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതി. അങ്ങനെ അതാ ആ കുട്ടിയെ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കീമോ ചെയ്യുകയാണ്. ആ ഭാഗം
അത്രക്കും പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന അവസ്ഥ. വർഷങ്ങൾ കഴിഞ്ഞു. പതിവിലും അല്പം വൈകിയാണെങ്കിലും വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായി. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മക്കളുണ്ടാവില്ലല്ലോ. എന്ത് പ്രധാനപ്പെട്ട ആ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് അതവിടെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് വിവാഹം അത് അല്പം വൈകിയാണെങ്കിലും അത് നടന്നു എന്ന് തന്നെ പറയാം. പക്ഷേ മക്കളുണ്ടാവില്ല എനിക്കത് ഉൽപ്പാദിപ്പിക്കുവാനുള്ള അതിനുള്ള സംഭവമില്ല. ആ ഭാഗം തന്നെ ഇല്ലാതായിട്ടുണ്ട്. എങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാനുള്ള സംതൃപ്തി കൊടുക്കുവാനും കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിലായി. പക്ഷേ ഒരിക്കൽ പോലും മക്കളുണ്ടാവില്ല എന്നുള്ള കാര്യം അതുറപ്പായി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തൊക്കെ തന്നെയാലും തൻ്റെ ജീവനോളം തന്നെ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. ഒരിക്കൽ പോലും തന്നെ പിരിയാത്ത തന്നോട് ഇഷ്ടമുള്ള ഭാര്യയ്ക്ക് വേണ്ടി റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു ഖേദം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ആ കാലം ഓർത്തത്. എൻ്റെ 18 വയസ്സുകാലം എനിക്ക് ക്യാൻസർ ചികിത്സ തുടങ്ങുന്ന ആ ഒരു കാലം. ആ ഒരു കാലത്തേക്ക് അവൻ പോയി. നേരെ അവൻ പോയത് താൻ ചികിത്സിച്ച ആ ഹോസ്പിറ്റലിലേക്കായിരുന്നു. രേഖകളും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. അത് അന്നെൻ്റെ എടുത്തു വെച്ച ബീജം അതവിടെ ഉണ്ട്. അത് എന്തെങ്കിലും ആവുമോ എന്നെനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് ആ ലിസ്റ്റിൽ എഴുതിയതെല്ലാം അതവിടെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായി ഡോക്ടർമാരുടെ ചിന്തകൾ. എന്നാൽ ആധുനിക ശാസ്ത്രവും അള്ളാഹുവിൻ്റെ വിധിയും ഒരുപോലെ അത് വിചാരിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്ക് അത് കുത്തിവെക്കുകയായിരുന്നു. അങ്ങനെ അതാ അവൾ ഗർഭിണിയാകുകയായിരുന്നു. എത്രയോ വർഷങ്ങൾ മുമ്പ്, ഏകദേശം ഒരു 15-20 വർഷത്തെ കാലയളവിൽ ആ ഒരു ബീജം അതവിടെ തണുത്ത നിലയിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ അള്ളാഹു അതിലേക്കും റൂഹിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവളിൽ നിക്ഷേപിച്ച ഉടനെ അവൾ ഗർഭിണിയാകുകയായിരുന്നു. ശരിക്കും ഡോക്ടർമാർ വരെ സന്തോഷിച്ച നിമിഷങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. എന്നാൽ അൽഹംദുലില്ലാ 10 മാസമായപ്പോഴേക്കും പ്രസവിച്ചു. നല്ലൊരു ആൺകുഞ്ഞിന് അവൾ ജന്മം നൽകുകയായിരുന്നു. ആരോഗ്യപരമായ ഒരു കുഞ്ഞ്. അതെല്ലാം കേട്ട് ഷെഫി ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉമ്മ, ഇതൊക്കെ അതേ മോനെ, സത്യമായിട്ടും എല്ലാ ന്യൂസിലും ഇത് വന്നതാണല്ലോ. ഷെഫി ഉസ്താദിന് അതെല്ലാം കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലാ എൻ്റെ കുഞ്ഞ് എന്നുള്ള ആ ഒരു സംഭവമുണ്ടായി. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഉമ്മ ഫോൺ കട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതെ, അതിനിടക്കാണ് സെയ്ഫ് അറബിയെ കാണുന്നതും. യാ ഷെഫി, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. അർബ, എന്നെ അത്രയൊന്നും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ ഓതി പഠിച്ച ഹാഫിളാണ് അങ്ങയെ ബഹുമാനിക്കാതെ പിന്നെ ആരെയാണ് ഞാൻ ബഹുമാനിക്കുക? എനിക്ക് അങ്ങൊരു ഉപകാരം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ തൽക്കാലം വിഷയമാക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് കരുതിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ രഹസ്യമായൊരു കാര്യം സംസാരിക്കുവാനാണ്. അതായത് എനിക്ക് നിങ്ങളും അതുപോലെ ഞാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയും മാത്രം അറിഞ്ഞാൽ മതി ഈ ഒരു സംഭവം. അല്ലാതെ എൻ്റെ ഭാര്യമാരോ അല്ലെങ്കിൽ എളാപ്പയോ എളാമയോ അവരും ആരും ഒന്നും അറിയരുത്. ശരിക്കും ഷെഫി ഉസ്താദ് അത്ഭുതപ്പെട്ടു. എന്താണ് അങ്ങ് എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. പറയാം മോനെ ഷെഫി, നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എങ്ങനെയൊക്കെ തന്നെയായാലും എനിക്കെൻ്റെ ഈ ഒരു കാര്യം നിങ്ങളോട് മറച്ചു വെക്കുന്നത് ശരിയല്ല ഒട്ടും. അങ്ങ് പറയാനുള്ളത് എന്നോട് തുറന്നു പറഞ്ഞാൽ വരൂ, നമുക്ക് ഈ പൂന്തോട്ടത്തിലൂടെ നടക്കാം. ആ അറബിയുടെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ ഷെഫി ഉസ്താദും സെയ്ഫ് അറബിയും നടക്കുന്നു. എന്നാൽ അത് കണ്ട് അതാ അറബിയും ഭാര്യയും പറഞ്ഞു, അവർ നല്ല കൂട്ടാ. ആയിക്കോട്ടെ, മാഷാ അല്ലാ, സന്തോഷമേ ഉള്ളൂ. സെയ്ഫിന് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയല്ലോ, അതന്നെ വലിയൊരു ഇത്.
അതിപ്പോൾ ഷെഫി ഉണ്ടായിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ വരുമോ? എന്തായാലും റാഹത്താകട്ടെ. എല്ലാവർക്കും ഓരോ കൂടെപ്പിറപ്പ് പോലെ തന്നെയാണ് ഷെഫി ഉസ്താദ്. എന്നാൽ ഈ സമയം ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഷെഫി ഉസ്താദിനോട് സെയ്ഫ് അറബി കാര്യം പറയുകയാണ്. ഷെഫി ഉസ്താദെ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ ഇല്ലേ അറിയില്ല. അർബ, അങ്ങ് പറയുന്നത്? അതെ, എൻ്റെ ഭാര്യ 5 വർഷമായിട്ടും ഇപ്പോൾ 6 വർഷമായി അവൾക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ല. ഗർഭപാത്രത്തിൽ മുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പാടെ അങ്ങ് എടുത്തൊഴിവാക്കി. അവൾക്കൊരിക്കൽ പോലും കുഞ്ഞ് എന്നുള്ള സ്വപ്നം പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതെ, അവൾക്ക്. അർബ, അങ്ങ് പറയുന്നത്? അതെ, ഞാനും അവളുമായിട്ട് എനിക്ക് കുറച്ച് മസറയുണ്ട് ആ ഭാഗത്ത് മരുഭൂമിയിൽ. ഞാനും അവളുമായിട്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം പോയ സമയത്ത് അവിടെ ഒരുപാട് ജോലിക്കാരികളുണ്ട്. പുതിയതായി ജോലിക്ക് വന്ന അവൾ. അതെ, ഫർസാന. ഒരു നിമിഷം ഷെഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഫർസാന. ഫർസാന എന്ന അവൾ എൻ്റെ ഭാര്യയ്ക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞു. അർബ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അവളെ വിവാഹം കഴിക്കണം. അത് കേട്ട് ഞാൻ നെട്ടിത്തെറിച്ചു. സത്യമായിട്ടും അങ്ങനെ അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈ ഒരു കാര്യം അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ കരയുകയായിരുന്നു. അവൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. അർബ, ഞാൻ തെറ്റുകാരിയാണ്, വലിയ തെറ്റ് ചെയ്തവളാണ്. ഇന്ന് ഞാൻ ഗർഭിണിയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ചു. ഒരു നിമിഷം അവളെ അങ്ങ് പുറത്താക്കിയാലോ എന്നിവരെ തോന്നിപ്പോയി. എന്നാൽ തൻ്റെ ജെയ്ത്തൂൻ ബിയുടെ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട്, അതെ, എനിക്ക് അത് അത്യാവശ്യമായി വേണ്ടി വന്നു. തൽക്കാലം ഞാനും അവളും ഒരു കാര്യത്തിലെത്തി. അത് തൽക്കാലം ഇങ്ങനെ പോട്ടെ. ബീവിയോട് പറയാം ഞാൻ നിങ്ങളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ അവൾക്ക്. അങ്ങനെ ഞങ്ങൾ 2 പേരും ശരിവെച്ചു. അതെ, പിന്നെ അന്ന് നൂറുദ്ദീൻ എന്ന് പേരിട്ട ആ കുഞ്ഞ് അതെൻ്റെ കുഞ്ഞല്ല. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. യാ അല്ലാ, അർബ, അതെ, ഒരിക്കൽ പോലും അതെൻ്റെ കുഞ്ഞല്ല. അത് അവൾക്ക് അവിഹിത ബന്ധത്തിൽ പിറന്ന കുഞ്ഞാണ്. പക്ഷേ കുഞ്ഞ് നിഷ്കളങ്കയായ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നമ്മൾ മുസ്ലിമാക്കി എടുത്തു. അതേ, കുഞ്ഞിന് ഇസ്ലാമിക നാമവും വെച്ചു. ഒരിക്കൽ പോലും ഞാൻ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. പക്ഷെ നിങ്ങളോട് എനിക്കിതെല്ലാം പറയുകയല്ലാതെ രക്ഷയില്ല. അർബ, ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അർബ, അപ്പോൾ അങ്ങ് വിവാഹം കഴിച്ചിട്ടില്ലേ ഫർസാനയെ? ഇല്ല, കഴിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ബീവിയുടെ മുമ്പിൽ ഞാനിപ്പോഴും അവളും ഭാര്യയും ഭർത്താവായിട്ട് കഴിയാണ്. അതുകൊണ്ട് ഷെഫി ഉസ്താദ്, ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് നിക്കാഹ് ചെയ്തു തരാൻ ഞങ്ങൾക്ക് വലിയായി നിൽക്കണം. ഒരു നിമിഷം ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായോട് നിന്നു. റബ്ബേ, അല്ലാ, തെറ്റുകൾ ഏതായാലും ജീവിതത്തിൽ പറ്റിപ്പോയി. ഇനി അവൾക്ക് എന്തുകൊണ്ടും അനുയോജ്യം എല്ലാം കണ്ടറിഞ്ഞവളെ സ്വീകരിക്കുന്ന അവളുടെ സെയ്ഫ് അറബി തന്നെയാണ്. ഷെഫി ഉസ്താദിന് അത് തോന്നി. മോനെ ഷെഫി, ഈ കാര്യം എളാമ്മയും എളാപ്പയും ആരും അറിയരുത്. നീയും ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും മാത്രം. ഈ മഹറിന് പകരമായിക്കൊണ്ട് അവളെ എനിക്ക് നിക്കാഹ് കഴിക്കണം. ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണമെന്നായി പോയി. റബ്ബേ, അപ്പോൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊന്നും ഇഷ്ടമല്ല. റബ്ബേ. ഷെഫി ഉസ്താദ് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അർബാവ്, എൻ്റെ ഭാഗത്തുനിന്ന് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്താ കരയുന്നത്? ഒന്നുമില്ല. ഷെഫി ഉസ്താദ് കരയുകയായിരുന്നു. എന്നാൽ സെയ്ഫ് അറബിക്ക് അറിയില്ലല്ലോ. ഷെഫി ഉസ്താദ്, അതെ, അവനായിരുന്നു അവളുടെ ആദ്യ വിവാഹം കഴിക്കണമെന്ന് കരുതിയ സ്നേഹിച്ച ആളെന്ന്. തൽക്കാലം ഷെഫി ഉസ്താദ് പറഞ്ഞു. അർബാവ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു വലിയ രീതിയിൽ അതിനെന്താ, ഒരു മഹാനായ ആളാകണം എന്നല്ലേ? മഹാനോ ഞാനോ? ഹേയ്, ഞാൻ ഒരിക്കലുമല്ല. അതെ, അങ്ങയോളം മഹത്വമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും. അങ്ങനെ അതാ
സെയ്ഫ് അറബിയുടെ നിക്കാഹിന് വലിയായി ഷെഫി ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. അവരുടെ സംസാരമെല്ലാം കഴിഞ്ഞ് അവർ കൊട്ടാരത്തിലെത്തി. രണ്ടുപേരും ഒരുപാട് സമയമായല്ലോ സംസാരിക്കുന്നു, കഴിഞ്ഞോ? അറബിച്ചിയുടെ ആ ഒരു ചോദ്യം. കഴിഞ്ഞു. മോനെ ഷെഫി, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായില്ലേ? അതെ ഉമ്മ, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായി. സത്യം പറഞ്ഞാൽ ഫർസാനയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് ഷെഫി ഉസ്താദിന് സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഒരാൾ പോലും കഷ്ടപ്പെടാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. എന്തായാലും ഹിദായത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, അതുതന്നെ വലിയ സന്തോഷം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പിന്നീട് ഹിദായത്ത് തേടി വന്നു. അൽഹംദുലില്ലാ. ഷെഫി ഉസ്താദിനെ ആ കാര്യത്തിൽ സന്തോഷമായി. എന്നാൽ അറബി പറഞ്ഞു, ഷെഫി പെട്ടെന്നാകണം, ഇനി വൈകിക്കരുത്. നല്ലൊരു ദിവസം നോക്കിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് മറ്റന്നാൾ ആക്കാം, തിങ്കളാഴ്ച. എന്താ പറ്റില്ലേ? ഇൻഷാ അല്ലാ ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങളൊരിക്കലും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പവിത്രമായ സ്ഥലത്ത് വെച്ച് നമുക്ക് ആ നിക്കാഹ് കർമ്മം നടത്താം. എന്താ? ഇൻഷാ അല്ലാ, തീർച്ചയായും. ഒരു നിമിഷം ഷെഫി ഉസ്താദ് നെഞ്ചത്ത് കൈവച്ചു അള്ളാഹുവിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു. റബ്ബേ തവക്കൽതു അലല്ലാഹ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.